പുതിയ BJP സർക്കാർ കൂടി വന്നാൽ 1-2 വർഷം മുന്നോട്ട് പോകും. അത് കഴിഞ്ഞാൽ അടിച്ചു പിരിയുമെന്നാണ് പറയുന്നത് പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളാണ്. ഇതിന് കാരണമാണ് അവർ പറയുന്നത് RSSും BJPയും തമ്മിൽ അഭിപ്രായ ഭിന്നതയാണ്. RSSൻ്റെ ന്യൂ ജനറേഷൻ മാത്രമേ ഈ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതായത് പഴയ തലമുറ ഇപ്പോൾ ആധിപത്യമുള്ള തലമുറയ്ക്ക് ഇവരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകില്ല. എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇതിലൊക്കെ? അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കാനുണ്ട്. ഈ RSS തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് ആ BJPയുമായിട്ട് അടിച്ചു പിരിഞ്ഞാൽ പോലും BJPക്കൊന്നും സംഭവിക്കാനില്ല. RSS പറഞ്ഞില്ല. അത് വെറുതെ ഇങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ എന്താണ് കാര്യം എന്ന് ഇവർ പറയണം. BJPക്കുള്ളിൽ RSSകാരായ ധാരാളം പേരുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ RSS പ്രചാരകനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി ആയതുകൊണ്ട് ആ കൺവെൻഷൻ വെച്ചിട്ട് അദ്ദേഹം പ്രചാരകനല്ല എന്ന് പറയാം. പക്ഷേ പ്രചാരകക്ഷിപ്പ് ഒഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരാളിരിക്കുമ്പോൾ RSSുമായിട്ട് വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെത്താൻ നെഞ്ചത്തിടിക്കുകയോ എല്ലാം ചെയ്താൽ ആണ് RSSുമായിട്ട് വഴക്കാകുന്നത്. ഇതൊക്കെ ഇങ്ങനെ സ്വപ്നം കാണാം എന്നുള്ളതല്ലാതെ അതിൽ കഴമ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ BJPയോ BJDയോ BJD അല്ല JDU പിന്തുണ പിൻവലിച്ചാലും TDP പിന്തുണ പിൻവലിച്ചാലും സ്റ്റിൽ ഈ സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്. അവരാണല്ലോ പ്രധാന കക്ഷികൾ. ഈ പ്രധാന രണ്ട് കക്ഷികൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്. കണക്കെടുത്ത് നോക്കുക. അപ്പോൾ പിന്നെ അവരാരെയാണ് പേടിക്കേണ്ടത്? ഒരു പേടിക്കേണ്ട ആവശ്യം അവർക്കില്ല. അങ്ങനൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് അവരെ പിന്തുണയ്ക്കാനുണ്ടാവും. ഈ പറയുന്ന ശത്രുതയെന്നും ഈ പുറമേ കാണിക്കുന്ന ശത്രുതയെന്നും മറ്റ് കക്ഷികൾക്ക് BJPയോടില്ല. രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിക്ക് ഉള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഈ വിരോധം അഭിനയിക്കുന്നു. ഈ പറയുന്ന വിരോധമൊന്നും എല്ലാ കോൺഗ്രസ്സുകാർക്കും ഇല്ല. രാഹുൽ ഗാന്ധിക്ക് വിരോധമുണ്ട്. അതുകൊണ്ട് അവർക്കത് കൂടെ അഭിനയിച്ചല്ലേ പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു അധീർ രഞ്ജൻ ചൗധരി. ഈ അധീർ രഞ്ജൻ ചൗധരി ബംഗാളിൽ പരാജയപ്പെട്ടു. അദ്ദേഹം PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ആർക്കെങ്കിലും ഇപ്പോൾ അറിയാമോ എവിടെയാണ് അധീർ രഞ്ജൻ ചൗധരി എന്ന്? ഇല്ല. കോൺഗ്രസ് ആൾക്കാരെ ഡംപ് ചെയ്യുന്നത് എത്ര മനോഹരമായിട്ടാണെന്ന് നോക്കും. അധീർ രഞ്ജൻ ചൗധരിയെ തോൽപ്പിച്ചത് ഗുജറാത്തിൽ നിന്ന് വന്ന യൂസഫ് പഠാനാണ്. അതെ, യൂസഫ് പഠാൻ മുസ്ലിമാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അധീർ രഞ്ജൻ ചൗധരി പരാജയപ്പെട്ടു. അധീർ രഞ്ജൻ ചൗധരി എത്ര വർഷമായിട്ട് അവിടെ MP ആയിട്ടിരുന്ന ആളാണ്. ആ മനുഷ്യന് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഇനിയൊന്നും ബാക്കിയില്ല. ലോക്സഭയിൽ അദ്ദേഹം വെറും 54 പേരുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ നേതാവായിട്ട് നിന്ന് ഇല്ലാത്ത ബഹളം മുഴുവൻ വെച്ചിട്ടുണ്ട്. ഇത്രയധികം ആരോഗ്യം കളഞ്ഞ ഒരു കോൺഗ്രസ് MP ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒച്ച വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത മനുഷ്യന് ഇപ്പോൾ അദ്ദേഹം ലിസ്റ്റിലില്ല, അഡ്രസ്സില്ല. എന്നിട്ടിപ്പോൾ അവർ പ്രതിപക്ഷ നേതാവാകാനായിട്ട് വീണ്ടും സ്പീക്കറാവാനായിട്ട് മത്സരിക്കും. പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നു, പിടിക്കുന്നു ഒക്കെ. നിങ്ങളുടെ ഇന്നലെ വരെ നിങ്ങളുടെ ഈ പോസ്റ്റിലിരുന്ന ആളെവിടെ? അയാൾക്ക് എന്ത് സംഭവിച്ചു? അയാൾക്കെതിരെ ഗുജറാത്തിൽ നിന്ന് ഒരാൾ വന്ന് മത്സരിച്ച് അയാളെ തോൽപ്പിക്കുന്നു. അപ്പോൾ എത്ര കണ്ട് കോൺഗ്രസ് ഈ മുസ്ലിം ഭീഷണിക്ക് വഴങ്ങുന്നു നോക്കുക. അവരെ തോൽപ്പിച്ചിട്ട് പോലും അവർ പിന്നെയും ഈ പറഞ്ഞ റാഡിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ മറ്റ് ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്ക് ഇത്രയും വലിയ മുസ്ലിം സ്നേഹമൊന്നുമില്ല. റാഡിക്കൽ മുസ്ലിമുമായിട്ട് അടുപ്പവുമില്ല. ബിജു ജനതാദൾ കുറച്ച് സീറ്റേ ഉള്ളൂ അവർക്ക്. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ ഭ്രാന്തില്ല. അതുകൊണ്ട് ഇവരുടെ ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് കലാശിക്കുകയുള്ളൂ. ഫിഗേഴ്സ് ആർ നോട്ട് സപ്പോർട്ടിങ് ദം. വെറുതെ പറഞ്ഞാൽ ഒരു കൂട്ടുകക്ഷി സർക്കാരാണ്, അത് വീഴും, 2 വർഷം കഴിയുമ്പോൾ വീഴും, 2 വർഷം കഴിയുമ്പോൾ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞ് വീഴുമെന്ന് പറയുക. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരർത്ഥവുമില്ല അതിനകത്ത്. ഹിന്ദിയെ സ്നേഹിക്കുന്നവരാണ് പഴയ RSSൻ്റെ നേതാക്കൾ. പക്ഷേ പുതിയ തലമുറ എന്ന് പറയുന്നത് ഗ്ലോബൽ ഭാഷയായ ഇംഗ്ലീഷിനെ സ്നേഹിക്കുന്നതാണ്. അത് അംഗീകരിക്കുന്നില്ല. മാത്രമല്ല സ്വകാര്യവൽക്കരണത്തെയൊക്കെ എതിർക്കുന്നവരാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത എന്ന് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ തർക്കങ്ങൾ ഇവരുണ്ടാക്കാൻ ശ്രമിച്ചാലും ഉണ്ടാകുമൊന്നുമില്ല. ആ തർക്കം ഇപ്പോഴുള്ളതൊന്നുമല്ല. ഇപ്പോൾ സ്വദേശി ജാഗരൺ മഞ്ച് സംഘപരിവാറിലെ ഒരു അംഗമാണ്. അവർ ഈ സ്വദേശി ഐഡിയ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
അത് BJP-യുമായിട്ട് പല സ്ഥലത്തും പൊരുത്തപ്പെടുന്നില്ല. BMS, ഭാരതീയ മസ്ദൂർ സംഘ്, പലതവണ BJP സർക്കാരിനെതിരെ സമരം ചെയ്തവരാണ്. അവർക്ക് BJP സർക്കാരിൻ്റെ എല്ലാ പോളിസിയോടും അവർക്ക് യോജിപ്പില്ല. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഈ സംഘപരിവാർ മുന്നോട്ട് പോകുന്നത്. സംഘപരിവാറിൽ പല ശബ്ദങ്ങളുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. അവയെ കൂട്ടി യോജിപ്പിച്ചും പലപ്പോഴും കോംപ്രമൈസ് ചെയ്തും ചിലത് വിട്ടുകൊടുത്തും ചിലത് കൊടുക്കാതെയും അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഒരു ഭരണകൂടത്തിൻ്റെ പരിമിതികൾ എന്താണെന്ന് സംഘപരിവാറിന് നന്നായിട്ടറിയാം. ഒരു പരിധിക്കപ്പുറം BJP-യെ എംബ്രാസ് ചെയ്യാൻ ഇവരാരും തയ്യാറാവില്ല. BJP-യും തീർത്തും തങ്ങളുടെ കൂടെയുള്ളവരുടെ താല്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ BJP-യും തയ്യാറാവില്ല. ആ ബാലൻസിലാണ് അവർ നിൽക്കുന്നത്. അത് വാജ്പേയി സർക്കാരും അങ്ങനെയാണ് നിന്നത്, മോദി സർക്കാർ ഇതിന് മുമ്പുണ്ടായിരുന്നത് അങ്ങനെയാണ് നിന്നത്, ഇപ്പോഴും നിൽക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്നതിനൊന്നും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ് ഇല്ല. എന്താ, പുതിയ തലമുറ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്നവരാണ്, ഹിന്ദിയോട് അവർക്ക് വെറുപ്പാണ്, വെറുതെ പറയുന്നതാണ്. യു ടേക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഹിന്ദി ട്വിറ്റർ എടുത്ത് നോക്കിയാൽ മതി. എത്ര പേരാണ് ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്യുന്നത് മനോഹരമായിട്ട്. ഏറ്റവും കൂടുതൽ പേര് ഏറ്റവും നല്ല നരേറ്റീവ് ഉണ്ടാക്കുന്നത് ഹിന്ദിയിലാണ് ഇപ്പോഴും. ലോകത്ത് 4ാമത്തെ ഭാഷയാണ് ഹിന്ദി. നിങ്ങൾക്കത് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ ആ സാധനം ലോകത്ത് 4ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഈ ഇംഗ്ലീഷാണ് ഹിന്ദിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അർത്ഥശൂന്യമാണ്. അതിലൊന്നും കാര്യമൊന്നുമില്ല. പുതിയ സർക്കാർ പെട്ടെന്ന് ഇപ്പം ഓം ബിർളയെ തന്നെ വീണ്ടും സ്പീക്കറായിട്ട് നിയോഗിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കോൺഗ്രസ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത് ഈ പറയുന്ന DMK-ക്ക് നൽകുമെന്നുള്ള കിംവദന്തി പരക്കുന്നു. അപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നവരൊന്നും നടക്കാത്തത് കൊണ്ട് അവർ പുതിയ ഓരോ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് നടന്നാൽ പോലും അവർ പുതിയ ബഹളങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി ഒരിക്കലും ലോക്സഭ നേരെ നടത്തിക്കൊണ്ടു പോകാൻ സമ്മതിക്കാതിരിക്കുക, ദിവസവും വഴക്കുണ്ടാക്കുക, ലോക്സഭ മാറ്റിവയ്ക്കുക. ഇതാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ നോക്കുക, എല്ലാ ദിവസവും രാവിലെ ഒരു പ്രശ്നം എടുത്തിട്ട് വഴക്കുണ്ടാക്കുക, ഇറങ്ങിപ്പോകും. ഇത് തന്നെ പലപ്പോഴും ലോക്സഭ മാറ്റിവയ്ക്കും. ചിലപ്പോൾ ലോക്സഭ നടന്നില്ലെന്ന് തന്നെ വരും. സൈനൈഡായി അഡ്ജേൺ ചെയ്യും, അടുത്ത ഡേറ്റ് പ്രഖ്യാപിക്കുന്നത് വരെ അങ്ങ് അഡ്ജേൺ ചെയ്യും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് കുറേ കാലമായിട്ട് നമ്മുടെ പാർലമെൻറ്റിൽ ക്രിയാത്മകമായ ഒരു ഡിബേറ്റും നടക്കാറില്ല. ഇപ്പോഴല്ല, പണ്ട് മുതൽ എനിക്ക് തോന്നുന്നു ഏകദേശം VP സിംഗിൻ്റെ കാലം മുതൽ അത് വളരെയധികം വർദ്ധിച്ചു. ഒരു അൺറൂലി ക്രൗഡായിട്ട് മാറി ലോക്സഭ. സീരിയസ് ആയ ഒരു ഡിബേറ്റും നടക്കുന്നില്ല. പലപ്പോഴും നടക്കുന്നത്, കുറച്ചെങ്കിലും സീരിയസ് ആയ ഡിബേറ്റ് നടക്കുന്നത്, ഒരു അവിശ്വാസ പ്രമേയം ആരെങ്കിലും അവതരിപ്പിച്ച് അതേതായാലും 6 മാസത്തിലൊരിക്കലേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് കുറച്ച് സപ്പോർട്ടും ഒക്കെ വേണം. അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ നെടുങ്കൻ പ്രസംഗങ്ങളുമായിട്ട് ഇവരില്ല. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതെല്ലാം രാഷ്ട്രീയ പ്രസംഗങ്ങളായിരിക്കും. നാടിൻ്റെ പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല. ഞാനല്ല നീയാണ്, നീയല്ല ഞാനാണെന്ന് പറഞ്ഞുള്ള തർക്കമായിരിക്കും. കേൾക്കാൻ നല്ല രസമുണ്ട്, കൈയടിക്കാനുള്ള അവസരങ്ങളുണ്ടാകും, ചിരിക്കാൻ അവസരമുണ്ടാകും. ഇതാണ് ആകെ ലോക്സഭയിൽ നടക്കുന്ന ആക്ടിവിറ്റി. ബാക്കി സീരിയസ് ആയിട്ടൊരു ബിൽ ചർച്ചയോ സംഗതിയോ ഒന്നും ആരും ഉണ്ടാവാറില്ല അതിന്. ഞാൻ ഈ രാജ്യസഭ TV വെച്ച് നോക്കിക്കോ, ഒരു ഉച്ച കഴിഞ്ഞ നേരത്ത് ഒരു 3 മണിക്കൊക്കെ വെച്ച് നോക്കുക. അപ്പോഴാണ് ഈ ബില്ലിൻ്റെയൊക്കെ ചർച്ച. 15 പേര് തികച്ചുണ്ടാവില്ല രാജ്യസഭയിൽ. 15 പേരുണ്ടാവില്ല. കാരണം ഒരു ബില്ല് പഠിച്ചിട്ട് ഇത് ജനങ്ങളെ എങ്ങനെ ബാധിക്കും നോക്കി അതിൽ ഭേദഗതി എന്തെങ്കിലും വേണമെന്ന് ആലോചിച്ചിട്ട് ഒക്കെ അവിടെ പ്രസംഗിക്കണ്ടേ. ഇതിനൊക്കെ വലിയ അധ്വാനം വേണം. 25 പേജുള്ളൊരു ബില്ലാണെങ്കിൽ അത് പഠിച്ച് ഇതിന് മുമ്പ് എന്തായിരുന്നു, ഇപ്പോൾ എന്താണ്, ഇതെല്ലാം നോക്കണ്ടേ. അതിനൊന്നും ആർക്കും കഴിയില്ല. ഒരു ബഹളം വെച്ചിട്ട് രാവിലെ ഇറങ്ങി പോവുക. പിന്നെ ഗൗരവമുള്ള ചർച്ച, അതിൽ 10-15 പേര് പങ്കെടുക്കും. 2 വശത്തു നിന്നും, ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തുനിന്നും ഇത്ര ആളെ ഉണ്ടാവുള്ളൂ. പിന്നെ ബെല്ലടിക്കും വോട്ടിങ്ങിൻ്റെ സമയത്ത്. ആരെങ്കിലും വോട്ടിങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ലടിക്കുക. അപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നോക്ക് എല്ലാവരും ഓടി വരും വോട്ട് ചെയ്യാനായിട്ട്. വോട്ട് ചെയ്ത് ബില്ല് പാസ്സാക്കും, കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഈ ബഹളത്തിൻ്റെ നടുക്ക് ബില്ല് ഗില്ലറ്റിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാടുണ്ട്. അത് പിൽക്കാലത്ത് വന്നതാണത്. അംബേദ്കറൊന്നും അത് വിഭാവനം ചെയ്തിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ബില്ല് ഗില്ലറ്റിൻ ചെയ്യാം സ്പീക്കർക്ക്. അവതരിപ്പിക്കുന്നു, പാസ്സായതായിട്ട് പ്രഖ്യാപിക്കുന്നു, അവതരിപ്പിക്കുന്നു, പാസ്സായതായിട്ട് പ്രഖ്യാപിക്കുന്നു. 110 ബില്ല് അങ്ങനെ പാസ്സായി മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്. അന്ന് നമ്മുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ലോക്സഭയിലുണ്ട്. സെബാസ്റ്റ്യൻ പോൾ ഒരിക്കൽ പറഞ്ഞു, 110 ബില്ല് പാസ്സായതായിട്ട് പിറ്റേ ദിവസത്തെ ഹിന്ദു പത്രത്തിലാണ് ഞാൻ വായിക്കുന്നത്. ഞാനവിടെ ഉണ്ടായിരുന്നു ലോക്സഭയിൽ, പക്ഷേ ഇത് പാസ്സാവുന്നത് എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര ബഹളം എല്ലാവരും കൂടെ.
പല ഭാഷകളിൽ ഒരുപാട് പേര് എണീറ്റ് നിന്ന് ഇങ്ങനെ ഒച്ച വയ്ക്കുന്നു. എന്ത് സംഭവിച്ചു? ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി, ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് 110 ബില്ല് പാസ്സായി മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത്. ഇങ്ങനെയും സംഭവിക്കുന്നു ലോക്സഭയിലും രാജ്യസഭയിലും. അപ്പോൾ അത് ഒരു ഈ അൺറൂലി മോബ്, അൺറൂലി ക്രൗഡാണ് ഇപ്പോൾ ലോക്സഭ. ജനാധിപത്യമൊന്നും ലോക്സഭയിൽ ഇല്ല ഇപ്പോൾ. കഴിഞ്ഞ 10 വർഷം ഇതുപോലെ തന്നെ BJP സർക്കാർ ബില്ലുകൾ അവതരിപ്പിച്ചു. ഈ ബില്ലുകൾ പെട്ടെന്ന് പാസ്സായി. അന്ന് ശക്തമായൊരു പ്രതിപക്ഷം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞങ്ങൾ 230 പേരുണ്ട്. എന്ത് കാര്യം ഇനി ചർച്ച ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ? അത് വസ്തുതാവിരുദ്ധമാണ് അങ്ങനെ പറയുന്നത്. കഴിഞ്ഞ സർക്കാർ പാസ്സാക്കിയ പ്രധാന ബില്ല് ആർട്ടിക്കിൾ 370 ചർച്ച ചെയ്തില്ലേ ലോക്സഭയിൽ? 3 ദിവസം ചർച്ച ചെയ്തു. 3 ദിവസം. ആ കാർഷിക ബില്ല് അത് ഓർഡിനൻസായിട്ടാണ് വന്നത്. പക്ഷേ അതിന് ശേഷം അത് ബില്ലായിട്ട് അവതരിപ്പിച്ച് ആക്റ്റ് ആക്കണമല്ലോ, അതിനായിട്ട് എത്ര ദിവസം ചർച്ച നടന്നു? അത് പിന്നെ CAA ഇതാണല്ലോ, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, അതാണല്ലോ CAA. ഈ അമെൻമെൻറ്റ് അത് ലോക്സഭയിൽ അവതരിപ്പിച്ച് അത് സെലക്ട് കമ്മിറ്റിക്ക് വിട്ട് സെലക്ട് കമ്മിറ്റി ചർച്ച ചെയ്ത് 768 പേജോ മറ്റോ ഉള്ള കമൻസ് സെലക്ട് കമ്മിറ്റി റെക്കമെൻഡേഷൻ കൊടുത്തു. ആ റെക്കമെൻഡേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആകെ 1.5 പേജോ മറ്റോ ഉള്ളൂ അമെൻമെൻറ്റ്. അതിനാണ് ഈ 768 പേജുള്ള വിശദീകരണം. പക്ഷേ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് അതും വരുത്തി ഭേദഗതി ചെയ്ത് ചർച്ച ചെയ്തൊക്കെ തന്നെ ഇത് പാസ്സാക്കിയത്. ഏതാണ് ചർച്ച ചെയ്യാൻ ബാക്കിയുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ഒരു ബില്ലും മോദി സർക്കാർ ഗില്ലറ്റിൻ ചെയ്തതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ രാവിലെ ഇറങ്ങി പോകുമല്ലോ, പിന്നെ ദേ ആർ നോട്ട് ദെയർ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ബില്ല് അവതരിപ്പിച്ചു. ബില്ലിൽ ഭേദഗതി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സെലക്ട് കമ്മിറ്റിക്ക് വിടണോ? വേണ്ട. ശരി, അപ്പോൾ പിന്നെ ബില്ല് പാസ്സാക്കുക. ഇത് സ്പീക്കർക്ക് നിർവാഹമുള്ളൂ. ബിസിനസ് അനുസരിച്ച് സഭയുടെ ബിസിനസ് ബുക്കുണ്ടല്ലോ, അതിൽ പറഞ്ഞനുസരിച്ച് ഇതാണ് സിറ്റുവേഷനെങ്കിൽ ബില്ല് പാസ്സാക്കുക. ബില്ല് പാസ്സാക്കിയതായിട്ട് പ്രഖ്യാപിക്കും, കഴിയും. ഇപ്പോൾ ഇവർ ലോക്സഭയിൽ പോകാത്തതിന് അവരെന്ത് പേടിച്ചു? ഇവർ പോകണ്ടേ, ഇവരുടെ അഭിപ്രായം പറയണ്ടേ? അത് ചെയ്യുന്നില്ല. എന്നിട്ട് പിന്നെ ബില്ലുകൾ ഇങ്ങനെ പപ്പടം വറക്കുന്ന പോലെ കാച്ചിയെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങളവിടെ ഇല്ലപ്പോൾ നിങ്ങൾ യു ആർ പെയ്ഡ് ഫോർ ദാറ്റ്. അല്ല, അവർ പല കാര്യങ്ങളിലൊന്നും ചർച്ച നടത്തണമെന്നൊക്കെ പറഞ്ഞാൽ അത് മൈൻഡ് പോലും ചെയ്യാതെ ഭരണപക്ഷമൊക്കെ പാസ്സാക്കണമെന്ന് പറയുന്നത്. ബില്ല് പാസ്സാക്കും, ബില്ലിൻ്റെ ചർച്ച ഒരിക്കലും ഭരണപക്ഷം ഇല്ല എന്ന് പറയുന്നില്ല. ബില്ലിൻ്റെ ചർച്ച, ബില്ല് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പറയുന്ന കാര്യം ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോഴാണ് സ്പീക്കർ സമ്മതിക്കാത്തത്. ചില കാര്യങ്ങൾ സമ്മതിക്കും, ചിലത് സമ്മതിക്കില്ല. അതിവിടെ അങ്ങനെയല്ലേ? നമ്മുടെ നിയമസഭയിൽ നോക്കും, കേരള നിയമസഭയിൽ എല്ലാ ദിവസവും രാവിലെ ഒരു അടിയന്തര പ്രമേയം വരും. എവിടെയെങ്കിലും ഒരു തെങ്ങ് വീണ് ഒരാൾ മരിച്ചുപോയി എന്ന് വയ്ക്കുക, അടിയന്തര പ്രമേയം വരും. ഈ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിക്കും. നിഷേധിച്ച് കഴിയുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോകും. എല്ലാ ദിവസവും ഉള്ള പ്രമേയം, എല്ലാ ദിവസവും. ബാക്കി പ്രോസസ്സ് അവിടെ നടക്കുകയും ചെയ്യും. അതെ, അവരിറങ്ങിപ്പോയി കഴിയുമ്പോൾ പിന്നെ ഭരണകക്ഷിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഭരണകക്ഷിക്ക് ഇത് സഭ നടത്തി കൊണ്ടുപോകണ്ടേ? അവരുടെ ബില്ല് പാസ്സാക്കണ്ടേ? അവർ ബില്ലുകൾ പാസ്സാക്കും. അപ്പോൾ നിങ്ങളെ ചേർത്ത് നിങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളെ പിടിച്ചു വലിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? സോ അത്തരം ആരോപണങ്ങളൊക്കെ കഴമ്പില്ലാത്തതാണ്. ചുമ്മാ ബില്ല് ചർച്ച ചെയ്തില്ല, ചർച്ച ചെയ്ത് ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ. ഇപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തന്നെ പറഞ്ഞത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനപ്പുറത്തേക്ക് പോകില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്താ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണോ? വിഷ്വൽ തിങ്കിങ് എല്ലാവർക്കും ആകാം. ആർക്കും എന്തും ആഗ്രഹിക്കാം, എന്തും പ്രതീക്ഷിക്കാം. നരേന്ദ്രമോദി നാളെ പെട്ടെന്ന് ഒരു ഫോൺ കോൾ എന്നെ വിളിക്കുന്നു, മോഹൻദാസേ പ്രധാനമന്ത്രി ആകാൻ പറ്റുമോ? എനിക്കിത് മതിയായി. ഞാൻ പറഞ്ഞു ഞാനാകാൻ ചേട്ടാ, എന്നാൽ വേഗം വണ്ടി കയറി ഇങ്ങോട്ട് പോവാം. അടുത്ത ഫ്ലൈറ്റ് ഞാൻ ഡൽഹി പോകുന്നു, നരേന്ദ്രമോദി രാജിവെക്കുന്നു, എന്നെ രാജ്യസഭ വഴിക്ക് കൊണ്ടുവരാം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രധാനമന്ത്രിയായിട്ട് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇങ്ങനെ ഒരു സ്വപ്നം കൊച്ചിയിലിരുന്ന് കാണാൻ എനിക്ക് അവകാശമുണ്ട് സുനിജി. ആർക്കും അത് തടയാൻ പറ്റില്ല. അപ്പോൾ സ്വപ്നങ്ങൾ ആർക്കും കാണാം. സ്വപ്നം കാണാനുള്ള അവകാശം നിഷേധിക്കരുത്. അത് നമ്മൾ നിഷേധിക്കാൻ സാധ്യമല്ല, നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നതല്ലേ. അതങ്ങ് സംഭവിച്ചോട്ടെ, നല്ല നല്ല സ്വപ്നങ്ങൾ കാണട്ടെ. അപ്പോൾ 3ാം തവണയും നരേന്ദ്രമോദിയുടെ സർക്കാർ കാലാവധി പൂർത്തിയാക്കി ഒരുപാട് നേട്ടങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതിന് ശേഷം വരുന്ന കാര്യങ്ങൾ അപ്പോൾ ചർച്ച ചെയ്യാം.